സ്റ്റോറി രാഗേന്ദു. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. അസുരൻ്റെ പാതി. ഏട്ടാ ഉറക്ക വിളിച്ചു കൂവിക്കൊണ്ടവൾ പാടത്തിന് നടുവിലൂടെ ഓടി. പാടത്തിൻ്റെ ഒരു വശത്തായി നിൽക്കുന്നവനെ കണ്ടതും ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എന്താ മൂട്ടി ഇത്? എനിക്ക് 10ൽ ഫുൾ A+ കിട്ടി. അത് കേട്ടതും വർദ്ധിച്ച സന്തോഷത്തോടെ അവൻ അവളെ എടുത്ത് വട്ടം കറക്കി. നാട് മുഴുവൻ അവളുടെ ഫ്ലെക്സായിരുന്നു. ആ ഫ്ലെക്സിലും അവളെ കാമത്തോടെ നോക്കിയ 2 കണ്ണുകളുണ്ടായിരുന്നു. ഡാ ഏതാടാ ഈ കൊച്ച്? എന്തായാലും കൊള്ളാലോ. ഫ്ലെക്സിൽ നിന്ന് കണ്ണെടുക്കാതെ മാനവ് പറഞ്ഞു. എടാ നിൻ്റെ അച്ഛൻ്റെ വിശ്വസ്തനൊരുത്തരില്ലേ വാസുദേവ്, അപ്പു, അവൻ്റെ പെങ്ങളാ. ആഹാ, അപ്പോൾ അവളെ ഒന്ന് കാണണമല്ലോ. അത് വേണ്ട മനു, കൊച്ചു കുട്ടിയാ. പോരാത്തതിന് ആ വാസുദേവ് പെങ്ങളെ തൊട്ടാ അവൻ തനി ചെകുത്താനാ. അത് കേട്ട് മാനവിൻ്റെ കണ്ണുകളൊന്ന് കുറുകി. എന്താടാ ചന്തു, വല്ലതും കിട്ടിയോ? മാനവ് പരിഹാസച്ചിരിയോടെ ചോദിച്ചു. അവനൊന്ന് മൂളി. ഒരിക്കൽ വണ്ടി നന്നാക്കാൻ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുക അവള് അമ്മു. അവളെ ഒന്ന് ശരിക്കൊന്ന് ഒഴിഞ്ഞു നോക്കിയതിന് രാത്രി പാടത്തൂടെ നടക്കുമ്പോൾ ഇരുട്ടടി കിട്ടി. അത് വേറെ ആരുമല്ല, അവൻ തന്നെയാ ആ വാസുദേവ്. അവൻ്റെ പെങ്ങളെ ഒന്ന് നോക്കിയതിന് പകരം ചോദിച്ചതാ അവൻ. നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് ശരിയാക്കാന്നേ. മനു ചന്തുവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഗൂഢമായൊരു ചിരി വിരിഞ്ഞു. അത് ചന്തുവിലേക്കും പടർന്നു. അവർ വാസുദേവിനെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞു. അമ്മുവിൻ്റെ റിസൾട്ട് വന്ന ഉടനെ ശ്രീയുടെ അപ്പുവിൻ്റെ നിശ്ചയം അങ്ങ് നടത്തി. ഒരു ദിവസം കൂട്ടുകാരുമായി ഉച്ചയോടെ വെറുതെ കത്തിവെച്ചിരിക്കുകയായിരുന്നു വാസു. അപ്പോഴാണ് അത്യാവശ്യമായിട്ട് ഉടനെ വരണമെന്നും പറഞ്ഞ് ശിവമുതലാളിയുടെ കോള് വരുന്നത്. വരാൻ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും അയാൾ നിർബന്ധിച്ചു വരുത്തി. വാസു, നിന്നെ വരുത്തിയത് വേറൊന്നുമല്ല. എൻ്റെ മോനൊരു കയ്യബദ്ധം പറ്റി, നീയൊന്ന് സഹായിക്കണം. അയാൾ അല്പം ആയാസപ്പെട്ട് പറഞ്ഞു. മുതലാളി എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. മുണ്ടിൻ്റെ അറ്റം കയ്യിലെടുത്തവൻ ഗൗരവത്തോടെ പറഞ്ഞു. പോകാം, വൈകുന്നേരത്തിനുള്ളിൽ നിനക്ക് പോവാം. ഒന്ന് സഹകരിക്കണം. അവൻ താല്പര്യമില്ലാത്ത പോലെ തിരിഞ്ഞു നടന്നു. നീ അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കണ്ട, ചിലവൊക്കെ കൂടുന്ന സമയമാണ്. എന്ത് വേണമെങ്കിലും തരാം. കല്യാണമൊക്കെ അടുത്തിരിക്കുന്ന സമയമല്ലേ. ആ പെണ്ണിൻ്റെ അച്ഛനെ കൊണ്ട് ഒക്കൂന്ന് തോന്നുന്നില്ല. ഇതും കൂടെ മതി വാസു, അതോടെ നിർത്തിക്കൂ. അമ്മമ്മോളുടെ ഭാവയ്ക്കുള്ളത് കൂടി ഞാൻ തരാം. ആ പിൻവിളിക്ക് വടിവാളിൻ്റെ കാലിനെ നിശ്ചലമാക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. അതെ, പണം ലോകത്ത് മനുഷ്യനായി ജനിച്ച ഏതൊരു ജീവിക്കും ആവശ്യമായത്. എത്ര കിട്ടിയാലും മതിയാവില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അങ്ങനെയുള്ളപ്പോൾ ദിവസത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവന് മുന്നിൽ വച്ചു നീട്ടിയാലോ? വാസു സമ്മതിച്ചു. ശിവമുതലാളിയുടെ മകൻ മാനവ് ചെയ്ത കുറ്റത്തിന് അവനോട് സെല്ലിൽ കിടക്കാൻ പറഞ്ഞു. വൈകുന്നേരം ആകുമ്പോൾ ജാമ്യം എടുത്തോളാം എന്നു പറഞ്ഞപടി പോലീസ് അവനെ പൊക്കി. എന്നാൽ വൈകുന്നേരമായിട്ടും ആരും വന്നില്ല. സാർ, ഞാൻ ശിവമുതലാളിയുടെ ആളാ. സാറ് വൈകുന്നേരത്തിനുള്ളിൽ ആളെ വിടാമെന്ന് പറഞ്ഞു. എന്തോ തെറ്റുപറ്റിയതാ, മുതലാളിയെ വിളിച്ചറിയാം. നിർത്തടാ, നിന്റെ ഇഷ്ടത്തിനൊത്ത് തുള്ളാനല്ല സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. അയാൾ അലറി. അവനൊന്ന് പകച്ചെങ്കിലും വീണ്ടും ശ്രമം തുടർന്നു. അകാരണമായി ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ. അപ്പോട്ടനെ പോലീസ് പിടിച്ചെന്ന് ആരോ വന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ശ്രീയുടെ അച്ഛൻ്റെ മുഖം കറുത്തു. ശ്രീ അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കെ അമ്മു ചൂട് പിടിക്കാനുള്ള വെള്ളം വയ്ക്കാൻ പോയി. അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കെ അവളെയും അകാരണമായ ഒരു ഭയം വന്ന് പൊതിഞ്ഞു. ചൂടുവെള്ളം അടുപ്പത്ത് വെച്ച് റൂമിൽ ബെഡ്ഷീറ്റ് നേരെയാക്കാൻ പോയതാണ് അവൾ. ഹാളിൽ വന്നപ്പോൾ വാതിൽ അടച്ചിട്ടിരിക്കുന്നു. ഇതാരാ അടച്ച്? അവൾ സ്വയം പറഞ്ഞൊന്ന് ആലോചിച്ചു. അത് ഞങ്ങളാ അടച്ച. അവൾ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കി. 4 പയ്യന്മാർ. അവരെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ശരീരം തളരും പോലെ തോന്നി.
നിങ്ങളിത് ഇവിടെ പുറത്തേക്ക് പോ, എൻ്റെ ഏട്ടൻ വന്നവിടല്ലോ. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൾ പറഞ്ഞു. അപ്പോൾ ഏട്ടനൊന്ന് വന്നെങ്കിലെന്ന് അവൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പോവാനൊന്നും അല്ലല്ലോ ഞങ്ങൾ വന്നത്. പിന്നെ നിൻ്റെ ഏട്ടൻ്റെ കാര്യം, അങ്ങേര് ഇപ്പോഴൊന്നും വരില്ല. വരാൻ പോലീസുകാരെ വിട്ടിട്ട് വേണ്ടേ? മാനവാണ് മുന്നോട്ട് വന്നത് പറഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ നിന്ന് തന്നാൽ മോൾക്ക് കൊള്ളാം. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങളങ്ങ് പൊക്കോളാം. ചന്തു അത് പറഞ്ഞതും അവൾ അറപ്പോടെ മുഖം തിരിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിൽക്കെ വസു എന്തുകൊണ്ടോ ഉരുകുകയായിരുന്നു. ഒടുക്കം കോപാകുലനായി അവൻ അവരെയൊക്കെ ചീത്ത വിളിച്ചു. അത് കേട്ട് കളിയാക്കിയ പോലീസുകാരൻ അവനെ തല്ലാൻ സെല്ല് തുറന്നതും വസു അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. അവൻ മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ചു വെച്ച് കോപത്തോടെ അവരെയൊക്കെ നോക്കി. തല്ലുകൊണ്ടവൻ പറന്നു എന്നൊരു ടേബിളിൽ നെടുക്കനെ പിളർത്തിക്കൊണ്ട് നിലത്തേക്ക് വീണു. മറ്റൊരു പോലീസുകാരൻ അവന് നേരെ പാഞ്ഞെടുത്തു. അവനൊരു കാൽ പിന്നോട്ട് വച്ച ശേഷം എല്ലാവരെയും അടിച്ചു വീഴ്ത്തി. എന്നാൽ മറുപുറത്ത് അവൻ്റെ കുഞ്ഞു പെങ്ങളുടെ ഉടലിലൂടെ ആ മൃഗങ്ങളുടെ കൈകൾ ഒഴുകി തുടങ്ങിയിരുന്നു. അവൻ്റെ ഉള്ളു പിടയുന്നതിനനുസരിച്ച് ഇടിയുടെ ശക്തിയും കൂടി. ഇപ്പുറത്ത് അവളുടെ ഉടലിൽ ഓരോരുത്തരായി അമർന്നുകൊണ്ടിരുന്നു. എല്ലാവരെയും അടിച്ചിട്ട് അവൻ എങ്ങനെയൊക്കെയോ വീട്ടിലേക്ക് ഓടിക്കിതച്ചു വന്നപ്പോൾ വീട്ടിൽ നിന്നും അവന്മാരിറങ്ങി വന്നു. വാസുവിനെ കണ്ടിട്ടും സിഗരറ്റും പുകച്ചൂതി വിട്ട് കാണാത്ത പോലെ പോയി. ഒരു നിമിഷം പ്രകൃതി വരെ നിലച്ചുപോയി. കാറ്റൊന്ന് വീശാൻ മറന്നു. ഹൃദയം അവന് നിലച്ചതുപോലെ തോന്നി. വരാന്തയിൽ ഒരു കുഞ്ഞു കുറുമ്പിയും പിന്നാലെ ഓടുന്ന കുറുമ്പനും യവനികയിൽ എന്ന പോലെ തെളിഞ്ഞു വന്നു. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എൻ്റെ കുഞ്ഞിന്. അതെങ്ങനെ പറ്റും? ഞാനില്ലേ, ഞാനുള്ളപ്പോൾ എന്തു പറ്റാൻ? ഒന്നുമില്ല. അരുതാത്തതെന്തോ നടന്നിട്ടുണ്ടെന്ന് അവന് ഉറപ്പായിരുന്നു. എങ്കിലും അവൻ മനസ്സിനെ സമാധാനിപ്പിച്ചു. മോളെ മോളെ അമ്മു അമ്മു ഡാ, ഒന്ന് വിളിയേക്കടാ. കണ്ട ഇടറുന്നുണ്ടെങ്കിലും ഇടറാതെ അവൻ ഭാവിച്ചു. അകത്തേക്ക് കയറുന്തോറും ശരീരം തളരുന്നത് അവൻ അറിഞ്ഞു. നേരെ ചെന്നതും കണ്ട കാഴ്ചയിൽ അവൻ്റെ ഹൃദയം 100 നുറുങ്ങി. കണ്ണീർ പോലും നിലച്ചുപോയി. മെല്ലെ ചെന്ന് ചോരയൊലിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ തലയെടുത്ത് മടിയിൽ വച്ചവൻ ഒരു ഭ്രാന്തനെ പോലെ അലറിക്കരഞ്ഞു. ശബ്ദം കേട്ട് വീട്ടിലേക്ക് ഓടി വന്ന ശ്രീയുടെ അച്ഛനും അമ്മയും കാണുന്നത് ഒരു വെട്ടുകത്തിയുമായി പുറത്തേക്ക് വരുന്ന അപ്പുവിനെയാണ്. നീയുള്ള ധൈര്യത്തിലാണ് ഞാനിതിനൊക്കെ കൂട്ടുന്നത്, ചന്തു അല്പം പേടിയോടെ പറഞ്ഞു. ഒന്നുമില്ലടാ. ഒരു പാലത്തിൻ്റെ മേലിൽ നിന്നാണ് അവരുടെ സംസാരം. അപ്പോഴാണ് വെട്ടുകത്തിയുമായി വരുന്ന വാസുവിനെ അവർ കണ്ടത്. കണ്ണ് ചുവന്ന് രക്തവർണ്ണമായിട്ടുണ്ട്. സംഹാരരുദ്രന് തുല്യമായിരുന്നു അപ്പോൾ അവൻ. എല്ലാവരും ഒന്ന് വിറച്ചു പോയി. തൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചവരെ, തന്നെ അനാഥരാക്കിയവരെ അവൻ വെട്ടി നുറുക്കി. ഒരാളെപ്പോലും വിട്ടില്ല. ഒക്കെ കഴിഞ്ഞ് ആ പാലത്തിലിരിക്കുമ്പോൾ ഒരു മഴയുള്ള രാത്രി അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. മോനെ, കുഞ്ഞിനെ നോക്കിക്കോണം, അവൾക്ക് നീയാ കാവലിന്. അമ്മക്കിനി പറ്റുന്നില്ലടാ. അവളെ നന്നായി നോക്കണേ മോനെ. കണ്ണുകൾ അടയ്ക്കും മുന്നേ കുഞ്ഞമ്മൂട്ടിയെ കയ്യിലെടുത്ത് നിൽക്കുന്ന അവനോട് അമ്മ പറഞ്ഞ വാക്കുകളാണ്. ഒപ്പം ചോരയിൽ കുളിച്ചു നിൽക്കുന്ന അമ്മൂട്ടിയുടെ മുഖം തെളിയവേ അവന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. വിവരം അറിഞ്ഞ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. ചടങ്ങുകളൊക്കെ പോലീസ് അകമ്പടിയോടെ അവൻ വാശി പിടിച്ചു ചെയ്തു. പകയോടെ അവനെ കാണാൻ വന്ന ശിവമുതലാളിയുടെ കണ്ണുകൾ അവൻ്റെ കത്തുന്ന കണ്ണിന് മുന്നിൽ നിഷ്പ്രഭമായി. 6 വർഷത്തെ ജയിൽ ശിക്ഷ ശിവമുതലാളിയുടെ പോലീസ് ഗുണ്ടകളെ വച്ച് നന്നായി തന്നെ 6 വർഷവും അവനെ പെരുമാറി. ഇതിനിടെ അയാളുടെ പോലീസ് ഗുണ്ടകൾ പറഞ്ഞറിഞ്ഞു, ശ്രീ താൻ പ്രാണനോട് ചേർക്കാൻ കൊതിച്ചവൾ, തന്നെ പ്രാണനായി കണ്ട് തനിക്കായി എന്തും സഹിച്ചവൾ, അവൾ ആത്മഹത്യ ചെയ്തു. അതേ തുടർന്ന് ശ്രീയുടെ വീട്ടുകാരവിടം വിട്ടുപോയി. വീണ്ടും പീഡനങ്ങൾ തുടർന്നു. അപ്പോഴാണ് തെക്കൻ റിമാൻഡിൽ ജയിലിൽ വരുന്നത്. ആദ്യ ദിവസങ്ങളിലൊന്നും പരസ്പരം ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഒരിക്കൽ വാസുവിനെ തല്ലുന്ന കണ്ടപ്പോൾ, അതും പോലീസുകാർ തന്നെ, അവൻ എന്തോ പന്തികേട് തോന്നി. ഇടപെടേണ്ട എന്ന് ആദ്യം കരുതിയെങ്കിലും ഒന്ന് ചെന്ന് നോക്കാം എന്ന് കരുതി.
ചെന്നപ്പോൾ തെക്കനെ കണ്ട് അവർ വിനയപൂർവ്വം മാറി നിന്നു. ചെകുത്താൻ വന്നാൽ പിന്നെ ആരായാലും ഒന്ന് ഭയന്നു പോയില്ലേ. തെക്കൻ പോകുന്നില്ലെന്ന് കണ്ട് പോലീസുകാർ പതിയെ വലിഞ്ഞു. തെക്കനെ കൂടെ കൂട്ടുന്നത് സേഫാണെന്ന് തോന്നിക്കാണും. വാസു അങ്ങനെ വടിവാളായി. അവിടുന്ന് തുടങ്ങിയ സൗഹൃദം ദാ ഇങ്ങനെയൊക്കെ എത്തി നിൽക്കുന്നു. വടിവാൾ വന്യമായ മുഖഭാവത്തോടെ തെക്കനോടടുത്ത്, ഇവൻ എന്നെ കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ, എനിക്ക് ഭയമില്ല. പക്ഷേ ഒരു മോഹം ജീവിക്കാൻ, ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ, എൻ്റെ പെണ്ണിൻ്റെ കൂടെ. വടിവാൾ അടുത്തേക്ക് വന്നതറിഞ്ഞിട്ടും നിർവികാരനായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവന്. അടുത്തേക്കെത്തിയ വടിവാൾ അവൻ്റെ കോളറിൽ കടന്നു പിടിച്ചു. എന്തിനായിരുന്നു എന്നോട് ഈ ചതി ചെയ്തത്? എന്തിനായിരുന്നു? എൻ്റെ അമ്മമ്മോളെ ഇല്ലാതാക്കാൻ ആ പോലീസുകാർ കൂട്ടുനിന്ന പോലെയായില്ലേ ഇതും? അവൻ്റെ കോളറിൽ പിടിച്ചുലച്ചുകൊണ്ട് വടിവാൾ ചോദിച്ചു. ശരിയാണ്, അവർക്കും എനിക്കും തമ്മിൽ ഇപ്പോൾ ഒരു വ്യത്യാസവും. തെക്കനുള്ളിലോർത്തു, ഇത്രക്കും നീചനായിരുന്നു നിങ്ങൾ, ഇത്രയും രാക്ഷസത്വമായിരുന്നു തനിക്കുള്ളിൽ. അവനെ ഉലച്ചു ചോദിച്ചുകൊണ്ട് വടിവാൾ അവനെ ഊക്കോടെ തള്ളി മാറ്റി അവിടെ നിന്നും പോയി. തെക്കന് തല കറങ്ങുന്ന പോലെ തോന്നി. ഇത്രയും നാൾ താൻ വെട്ടിപ്പിടിച്ചതൊക്കെ തന്നെ നോക്കി പുച്ഛിക്കുന്ന പോലെ. എന്തിനായിരുന്നു ഇതൊക്കെ? ഒരു പെണ്ണിനെ സ്നേഹിച്ച് മറ്റൊരു പെണ്ണിനെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്നത് എന്തിനായിരുന്നു? എല്ലാം കൂടി ഓർത്തപ്പോൾ അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നി നേരെ ബൈക്കെടുത്ത് എങ്ങോട്ടെന്നില്ലാതെ പറപ്പിച്ചു വിട്ടു. ഹലോ അണ്ണാ, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇനി എന്താ ചെയ്യണ്ടേ? തെക്കൻ പോയതും തെക്കൻ്റെ വീട്ടിൽ മറഞ്ഞിരുന്ന ആൾ രുദ്രന് ഫോൺ ചെയ്തു. രുദ്രൻ പറയുന്നതനുസരിച്ച് അവൻ അവിടെ നിന്ന് പോയി. കെട്ട് പൊട്ടിയ പട്ടം പോലെ അവൻ്റെ മനസ്സങ്ങനെ പാറി നടന്നു. ചതിച്ചു, ഞാൻ എൻ്റെ പെണ്ണിനെ ചതിച്ചു. അസുരനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച പ്രണയം അസുരനെ എന്തുകൊണ്ട് നല്ല വഴിക്ക് നടത്തിയില്ല? ചതിക്കുമായിരുന്നില്ലേ ഞാൻ എൻ്റെ പെണ്ണിനെ? അവൻ്റെ നെഞ്ചിൽ വീണ്ടും വീണ്ടും ആരോ കടാര കയറ്റി ഇറക്കും പോലെ തോന്നി. ഒരു പെണ്ണിനെ നശിപ്പിച്ചതിനെ നിസ്സാരവൽക്കരിച്ച് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കിയിരിക്കുന്നു. ചെയ്തു കൂട്ടിയതിനൊക്കെ പശ്ചാത്തപിക്കാൻ പ്രാണനായി കണ്ടവൾ നഷ്ടപ്പെടേണ്ടി വന്നു. അവൻ ചിന്തിച്ചു. തുടരും.